നമസ്കാരം. കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പ്രചരിച്ച ഒരു നോട്ടീസിന്റെ കഥയാണ് ഇത്. ഇതൊരു സാധാരണ നോട്ടീസ് അല്ല. നമുക്ക് ഒരു വേള ഇത് സാധാരണ ഒരു നോട്ടീസായിട്ട് തോന്നും. CPM പുറത്തിറക്കിയ CPM കോട്ടയം ജില്ലാ കമ്മിറ്റിയാണ്, എന്റെ നാട്ടിലുള്ള ജില്ലാ കമ്മിറ്റിയാണ് ഇത് പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പം ഇവരുടെ പഠന ശിബിരവുമായി ബന്ധപ്പെട്ട്, ഇവരുടെ പഠന ശിബിരം എന്നൊന്നുമല്ല, വേറെന്തോ ആണ് പറയുന്നത്, വല്ല സ്റ്റഡി ക്ലാസ് എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. സന്ദേശത്തിലെ ശ്രീനിവാസൻ പറയാറുള്ള സ്റ്റഡി ക്ലാസ്സുകൾ ഇല്ലേ, അത് വല്ലതും ആയിരിക്കും, എന്തെങ്കിലും ആകട്ടെ. ഇവരുടെ സ്റ്റഡി ക്ലാസ്സുകളൊക്കെ ഇപ്പോൾ മുറക്കി നടക്കുന്നുണ്ട്. പുതിയ ആൾക്കാരെയൊക്കെ ചേർക്കുന്ന പരിപാടികളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. പുതിയ ജില്ലാ സെക്രട്ടറിമാരൊക്കെ വന്നു, അതിന്റെ ഭാഗമായുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിന്റെ ആ ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് കോട്ടയം ജില്ലാ കമ്മിറ്റി ഈ ഒരു നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നത്. ഈ നോട്ടീസിലെ ചില വിഷയ പരാമർശങ്ങളെ കുറിച്ചാണ് ഈ ഒരു വാർത്താ വിശകലനം ചെയ്യുന്നത്. CPM-നെ കുറിച്ച് വാർത്താ വിശകലനം ചെയ്തിട്ട് കാര്യമുണ്ട് എന്നൊന്നും നമുക്ക് തോന്നുന്നില്ല. എന്തൊക്കെ വന്നാലും ശരി, അവരുടെ ആ ഒരു മനസ്സ്, അതായത് ധാരാളം വിശ്വാസികളായ സഖാക്കൾ, ഹിന്ദു വിശ്വാസികളായ സഖാക്കളും മുസ്ലിം ക്രിസ്ത്യൻ വിശ്വാസികളായ സഖാക്കളും ഒക്കെ തന്നെ ധാരാളമായി പാർട്ടി പ്രവർത്തകരായിട്ടുണ്ട്. അപ്പം ഹിന്ദു വിശ്വാസികളായ സഖാക്കളുടെ കഥ നേരത്തെ തന്നെ നമുക്കറിയാം. അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഇവിടെ ഗണപതി ഹോമം നടത്താൻ വിലക്കും, എന്നാൽ പള്ളിയിൽ പോയി നിസ്കരിക്കാനും കുർബാന കൂടാനും ഒന്നും വിലക്കില്ല. വിശ്വാസിയായ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹിന്ദുവല്ല, അവൻ മുസ്ലിം വിശ്വാസിയും ക്രിസ്ത്യൻ വിശ്വാസിയുമാണ് എന്ന രീതിയിൽ പറഞ്ഞതും, ഇവിടെ അമ്പലത്തിൽ തൊഴാൻ പോയ ഗണപതി ഹോമം കഴിച്ച ആൾക്കാർക്കെതിരെ ഒക്കെ തന്നെ നടപടി സ്വീകരിച്ചതുമൊക്കെ അറിയാം. അദ്ദേഹത്തിന്റെ ഭാര്യ ശ്രീമതി വിനോദിനി ബാലകൃഷ്ണൻ പൂമൂടൽ വഴിപാട് നടത്തിയതും നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തൊക്കെയാലും ശരി, CPM-ന്റെ ആ ഹിന്ദു വിരുദ്ധ നിലപാട്, ഹൈന്ദവൻ ശത്രുവാണ് എന്ന് തീരുമാനിക്കുന്ന, ഉറച്ച നിലപാടെടുക്കുന്ന CPM-ന്റെ തനിനിറം ഈ ഒരു നോട്ടീസോടുകൂടി കുറച്ചുകൂടി പുറത്തു വന്നിരിക്കുന്നു. നേരത്തെ പുറത്തു വന്നതാണ്, എല്ലാവർക്കും അറിയാം. എന്നാലും ഹിന്ദു വിശ്വാസികൾ CPM-ന്റെ പുറകെ പോകുന്നു എന്നത് കഷ്ടകരമാണ്. എന്തായാലും ഈ നോട്ടീസിലെ പരാമർശവും മറ്റു കാര്യങ്ങളും ഞാൻ അധികം വിശദീകരിച്ച് പ്രേക്ഷകരെ ബോറടിപ്പിക്കുന്നില്ല. ഞാൻ അതൊന്ന് വിശദീകരിക്കാം. ആ നോട്ടീസ് പ്രേക്ഷകർക്ക് കാണാം. തുടങ്ങുന്നത് ഇങ്ങനെ: CPM പാർട്ടി ക്ലാസ് 2025 ഹെഡിങ്: പ്രിയ സഖാവി, കേരളത്തിലെ എല്ലാ പാർട്ടി അംഗങ്ങൾക്കും പാർട്ടി ക്ലാസ് നൽകുന്നതിന് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഓരോ ലോക്കലിലെ, അതായത് ലോക്കൽ കമ്മിറ്റിയിലെ മുഴുവൻ പാർട്ടി അംഗങ്ങൾക്കും 3 ഘട്ടങ്ങളായി ക്ലാസ് നൽകുന്നതിനാണ് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. കോട്ടയം ജില്ലാ കമ്മിറ്റിയുടേതാണ്. മറ്റ് ജില്ലാ കമ്മിറ്റികൾക്കും ഈ നോട്ടീസ് കാണും. ഇത് അനുസരിച്ച് ലോക്കൽ കേന്ദ്രങ്ങളിൽ താഴെ നടക്കുന്ന ക്ലാസിന്റെ ഷെഡ്യൂൾ താഴെ ചേർക്കുന്നു. ഓരോ വിഷയങ്ങളിൽ 3 ദിവസങ്ങൾ കൊണ്ട് ലോക്കലിലെ സഖാക്കളെ വിഭജിച്ച് ക്ലാസ് എടുക്കുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. അതനുസരിച്ച് കൃത്യമായി പങ്കെടുത്ത് ഇത് വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അഭിവാദനങ്ങളോടെ CPM കോട്ടയം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി TR രഘുനാഥ്, സെക്രട്ടറി. അദ്ദേഹം 2-ാം തീയതി പുറപ്പെടുവിച്ച ഒരു നോട്ടീസാണ്. ചിലപ്പോൾ ക്ലാസ് കഴിഞ്ഞു കാണുമായിരിക്കും. എന്തൊക്കെയാലും ഈ നോട്ടീസിലെ പരാമർശങ്ങൾ ഇതാണ്. അതായത് വിഷയം 1, ക്ലാസ് 1, മെയ് 11, 12, 13 തീയതികളിൽ എന്തുകൊണ്ട് LDF തുടർ ഭരണത്തിലേക്ക്, അതായത് 3-ാം തവണയും LDF തുടർ ഭരണത്തിലെത്തും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്, വിശ്വസിച്ചുകൊണ്ട് നേട്ടങ്ങളെയൊക്കെ തന്നെ വിശദീകരിക്കുന്ന ക്ലാസ് ആയിരിക്കും അത്. രണ്ടാമത്തേത് കോർപ്പറേറ്റ് ഹിന്ദുത്വ ശക്തികൾക്കെതിരായ സമരം. കോർപ്പറേറ്റ് ഹിന്ദുത്വ ശക്തികൾക്ക് എതിരായ സമരം. 3, CPM പരിപാടിയും സംഘടനയും, അതേക്കുറിച്ചുള്ള ക്ലാസ്. ഈ രണ്ടാമത്തെ ക്ലാസ് 2, മെയ് 18, 19, 20 തീയതികളിൽ നടന്ന ക്ലാസ് കോർപ്പറേറ്റ് ഹിന്ദുത്വ ശക്തികൾക്കെതിരായ സമരം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കോർപ്പറേറ്റ് ശക്തികളും ഹിന്ദുത്വ ശക്തികളും ഒക്കെ തന്നെ CPM-ന് എന്നേ അനഭിമതരായി മാറി എന്നുള്ളതാണ്. അപ്പം ഈ ക്രിസ്ത്യൻ ശക്തികളും മുസ്ലിം ശക്തികളും അങ്ങനെയുള്ള ശക്തികളൊന്നും CPM-ന്റെ കണക്കിൽ വരില്ല. ഇവിടെ ജാതി മത സംഘടനകൾക്കും ജാതി മത സമവാക്യങ്ങൾക്കും അങ്ങനെയുള്ള ആശയങ്ങൾക്കും ഒക്കെ എതിരാണ് CPM എന്ന് പലകുറി ആവർത്തിച്ച് പറയുമ്പോൾ, ഹിന്ദുത്വ ശക്തികൾക്ക് എതിരായിട്ട് ഒരു തലമുറയെ കൂടി, അടുത്ത തലമുറയെ കൂടി, അല്ലെങ്കിൽ വരുന്ന പാർട്ടി തലമുറയെ കൂടി തിരിക്കാൻ ഇവിടെ ഹിന്ദുത്വ എന്നത് ഒരു ഭീകര ശക്തിയാണ് എന്ന തെറ്റിദ്ധാരണ വരുത്തി തീർത്ത് ഇവിടെ ഹിന്ദു സംഘടനകളെ ഒക്കെ തന്നെ ഒഴിവാക്കി നിർത്തുന്ന, അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുന്ന, ഹിന്ദു സമൂഹങ്ങളെ, ക്ഷേത്രങ്ങളെ, വിശ്വാസികളെ ഒക്കെ തന്നെ മാറ്റി നിർത്തുന്ന, അവരെയൊക്കെ മോശക്കാരായി കാണുന്ന ഒരു സിദ്ധാന്തത്തിന്റെ ക്ലാസ് അല്ലേ ഈ രണ്ടാമത്തെ ക്ലാസ് ആയിട്ട് ഈ ഹിന്ദുത്വ കോർപ്പറേറ്റ് ശക്തികൾക്കെതിരെയുള്ള CPM-ന്റെ നീക്കം എന്ന ആ ഒരു ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു പോവുകയാണ്. ഇവിടെ ക്ഷേത്രങ്ങൾ ഭരിക്കുന്ന സഖാക്കളുണ്ട്, ക്ഷേത്രങ്ങളിൽ പോകുന്ന വിശ്വാസികളുണ്ട്, ഈഴവ സംഘടനകളും അതുപോലെയുള്ള SNDP പോലുള്ള സംഘടനകളൊക്കെ തന്നെ പല വർഷങ്ങളായിട്ട് CPM-നൊപ്പമായിരുന്നു എന്ന് വേണം പറയാൻ. അതുപോലെ ഈ ഇലക്ഷനൊക്കെ അടുക്കുമ്പോൾ വിവിധ NSS-ലെയും SNDP-ലെയും അതുപോലെയുള്ള ഹിന്ദു സമുദായ സംഘടനകളിലെയും ഒക്കെ ഓഫീസുകളും ഒക്കെ തന്നെ കയറിയിറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഹിന്ദു ഭീകര ശക്തികളൊക്കെയാണ് ഇവിടെ നിലകൊള്ളുന്നതെങ്കിൽ അവരുടെ വോട്ട് എന്തിനാണ്? അവരുടെ വോട്ട് കൊണ്ട് നിങ്ങൾ ജയിക്കുന്നത് എന്തിനാണ്? അവരുടെ
ഇടയിൽ പ്രവർത്തിക്കുന്നവരെ അല്ലെങ്കിൽ അവരുടെ സമുദായത്തിൽ വിശ്വസിക്കുന്നവരെ, ഹിന്ദു സമുദായത്തിൽ വിശ്വസിക്കുന്നവരെ നിങ്ങളിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? ഈ ഹിന്ദുത്വ ഭീകര സംഘടനകൾക്കും ഒക്കെ എതിരെയാണ് ഇവരുടെ സമരം എന്ന് പറയുന്നു. ഇവിടെ ഏത് ഭീകര സംഘടനയാണ് ഉള്ളത്? ഇവരുദ്ദേശിക്കുന്നത് RSS ആണോ? RSS ഒരിക്കലും ഒരു മോശം സംഘടനയായിട്ട് ലോകം തന്നെ കാണുന്നില്ല. ലോകത്തെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയാണ്. തീർച്ചയായിട്ടും RSSന്റെ ആശയം എന്ന് പറയുന്നത് രാഷ്ട്ര പരമവൈഭവമാണ്, രാഷ്ട്ര നന്മയാണ്, ജനനന്മയാണ്, രാഷ്ട്ര വികസനമാണ്. അങ്ങനെ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു സംഘടനയെ മോശക്കാരായി കാണാൻ പറ്റും. അല്ലെങ്കിൽ സാമുദായിക സംഘടനകൾ SNDP മോശമാണോ? NSS മോശമാണോ? KVMSO KPMSO അതുപോലെയുള്ള പിന്നാക്ക സംഘടനകളോ മോശമാണോ? ഹിന്ദു സംഘടനകൾ, സമുദായ സംഘടനകൾ മോശമാണോ? CPM ഇത് വ്യക്തമാക്കണം. CPM സംസ്ഥാന കമ്മിറ്റി ഇത് വ്യക്തമാക്കണം. ഇത്തരത്തിൽ ഹിന്ദുത്വ ഭീകര ശക്തികൾക്കെതിരെയൊക്കെ തന്നെ സമരം ചെയ്യുന്നു, ആശയപരമായ സമരമാണ് എന്ന് പറഞ്ഞ് ക്ലാസ് എടുക്കുന്ന നിങ്ങൾക്ക് നാണവും മാനവും ഉണ്ടോ? ഈ ഹിന്ദു സംഘടനകളുടെ, സമുദായ സംഘടനകളുടെ ഒക്കെ തന്നെ അരമനകളും ഓഫീസുകളും ഒക്കെ കയറിയിറങ്ങി നിരങ്ങാൻ നിങ്ങൾ എന്തുകൊണ്ട് മറ്റ് മതങ്ങളെ അല്ലെങ്കിൽ ഇസ്ലാം മതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതത്തെക്കുറിച്ചോ നിങ്ങൾ പരാമർശിക്കുന്നില്ല, പഠിക്കുന്നില്ല, നിങ്ങൾ അതിന്റെ ആശയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല? നിങ്ങൾക്ക് ഹിന്ദുക്കൾ ഇത്ര വെറുക്കപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തിനവരുടെ വോട്ട്? നിങ്ങളവരുടെ സമുദായങ്ങളെ എന്തിനു നിങ്ങളോട് ചേർത്ത് വെക്കുന്നു? CPMന് നാണവും മാനവും ഇല്ല എന്ന് പണ്ടേ അറിയാം. അത് ഒട്ടുമില്ല എന്നും ഇവിടെ ഹിന്ദു സഖാക്കളായി പ്രവർത്തിക്കുന്ന ആളുകൾ കരുതിയിരിക്കണം എന്നുകൂടി ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. കാരണം ഇവരുടെ രീതി ഇതാണ് എന്നുള്ള കാര്യം കൂടുതൽ വ്യക്തമായിക്കൊണ്ടേയിരിക്കുന്നു.